അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഫജന്റെ കുടുംബം, കമന്റിൽ സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മൾ കയറാൻ പോവുകയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, പെരുന്നാളിന് സമാനമായ പരിശുദ്ധ രാവാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്‌ഫിറത്ത് കൊടുക്കും. 6 ലക്ഷത്തോളം ആളുകൾക്ക് അല്ലാഹു നരകമോചനം കൊടുക്കും. ഇന്നത്തെ രാവിൽ, ഈ വെള്ളിയാഴ്ചയിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ഒരാഴ്ചത്തെ മുഴുവൻ കുറവുകളും അല്ലാഹു നികത്തും. പാപങ്ങളൊക്കെ പുറത്ത് അല്ലാഹു ഒരു പുതിയ ജീവിതം അത് അല്ലാഹു ഇന്ന് തുറന്നു കൊടുക്കും, ഇന്നത്തെ രാവോടുകൂടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിൻ്റെ എല്ലാ സുഹൃതങ്ങളും എടുക്കണം. ചുമ്മാ ഹോൾസെയിലായിട്ട് കിട്ടില്ല, അത് പ്രത്യേക സെലക്റ്റഡാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്യുന്ന ആളുകൾ, അതായത് അതിൻ്റെ യോഗ്യത, ക്വാളിഫിക്കേഷൻ എന്താ? അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിനെ, വെള്ളിയാഴ്ചയെ പരിഗണിക്കുന്ന ആളുകൾ. പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, വെള്ളിയാഴ്ചയുടെ ആദാബുകൾ പാലിക്കുക, അതിൻ്റെ ഹക്ക്, അതിനോടുള്ള ബാധ്യതകൾ വീട്ടുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ വെള്ളിയാഴ്ചയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് സാധാ ദിവസങ്ങളെ പോലെയല്ല, അതിൻ്റെ ഇഖ്താന് വർദ്ധനവ് വേണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തികളായ സാധുക്കളായ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതലുണ്ടാകണം. അതുകൊണ്ടാണ് ഉലമാ പറഞ്ഞത് 300-ൽ കുറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയുടെ താഴെ പോകും. അധികം ചൊല്ലുക എന്ന് പറയുന്ന മിനിമം നമ്മുടെ പേര് ചേരണമെങ്കിൽ 300-ൽ കുറയാതെ ചൊല്ലണം. 300-ൽ കൂടണം, കുറയാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഈ സ്വലാത്ത് മഅറൂദത്തുൻ അലയ്യ, എൻ്റെ മേൽ വെളിവായി കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്വലാത്തുകളൊക്കെ മലക്കുകൾ വാസിത്തയായി പോകുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ചൊല്ലുന്ന, നമ്മളെ കാണിച്ചു കൊടുക്കുന്ന, നമ്മുടെ സ്വലാത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു രാവും കൂടെയാണ് വെള്ളിയാഴ്ച രാവ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ സ്വലാത്തുമായി ബന്ധപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് വളരെ വെറൈറ്റി സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു അൻവാർ ഫജറിൻ്റെ ഈ ഏകദേശം 2000-ലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളിൽ ഇന്ന് വരെ നമ്മൾ സംസാരിക്കാത്ത ഒരു സ്വലാത്താണ്. അതായത് ഒരുപാട് ഫضലുകൾ ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യും, സലാമത്ത് ചെയ്യും, നമുക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും തുറന്ന് ചെയ്തു തരുന്ന ഒരു സ്വലാത്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്. അതേപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്തും ശഫാഴത്തും കിട്ടും. സ്വലാത്ത് മാത്രമല്ല, ശഫാഴത്ത് നാൾ ആഖിറത്തിൽ വരുമ്പോൾ ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കും. വലിയ ബെനിഫിറ്റാണ്. പിന്നെ അമ്പിയാക്കളുടെ ശഫാഴത്ത് 1,24,000-ഓളം വരുന്ന അമ്പിയാക്കളുടെ ശഫാഴത്താണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും. അപ്പോൾ വിജയം ഉറപ്പുള്ളവർക്ക് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ്. അതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളും, എല്ലാ സൃഷ്ടികളും, ജീവനുള്ളതും അചേതന വസ്തുക്കളും, ജന്തുലോകവും ധാതുലോകവും എല്ലാം, എല്ലാ മഖ്ലൂക്കുകളും നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. എന്നാലോചിച്ച് നോക്കി, എല്ലാവരും ഒന്നാകെ പറയുക, അല്ലാഹുവേ ഈ മനുഷ്യന്, ഈ സഹോദര സഹോദരിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, അദാബ് ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ സർവ്വചരാചരങ്ങളും ഇങ്ങനെ ദ്വാരുന്നുകൊണ്ടിരിക്കും. നമ്മളെ കാണുമ്പോൾ ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് മഹാന്മാരുടെ കൂടെ ഒരു ഇടം കിട്ടും. മഹത്തുക്കളുടെ കൂടെ എവിടെയെങ്കിലുമല്ല, മഹാന്മാരുടെ കൂടെ ഒരു ഇടം അള്ളാഹു നമുക്ക് തുറന്നു നൽകും. ഈ ഗുണങ്ങളെല്ലാം, ബെനിഫിറ്റുകളെല്ലാം കിട്ടാൻ ഈ പരിശുദ്ധമായ സ്വലാത്ത് ഡെയിലി ഒരു 3 വട്ടം വെച്ച് ചൊല്ലിയാൽ മതി. ഓൺലി 3 വട്ടം വെച്ച് ഡെയിലി ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ, ആ ഒരു ദിവസം നമ്മൾ എത്ര ചൊല്ലണം? അൽഹംദുലില്ലാഹ്, ഒരു 100 വട്ടം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 300-ൽ കുറയാത്തെന്ന് പറഞ്ഞാൽ മറ്റു സ്വലാത്തുകൾ ആഡ് ചെയ്യാം. ഈ സ്വലാത്ത് തന്നെ ആകാം. അൽഹംദുലില്ലാഹ്, ഏറ്റവും നല്ലതാണ്. ഇനി ഈ സ്വലാത്ത് നമുക്ക് മിനിമം നമ്മൾ പറഞ്ഞു 3 വട്ടം ഡെയിലി ചൊല്ലിക്കൊണ്ടിരിക്കണം. വെള്ളിയാഴ്ച 100 വട്ടം, അതിൽ നമ്മൾ താഴേക്ക് ഇറങ്ങരുത്. അപ്പോൾ അൽഹംദുലില്ലാഹ്, അത്രയും ബെനിഫിറ്റുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, വിജയം ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് ഇഹപര വിജയം, പാരത്രിക ലോകത്തും ദുനിയാവിലും വിജയം ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ സ്വലാത്തിൽ കൃത്യമായിട്ട് പിടിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് വിജയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സൃഷ്ടികളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശഫാഅത്ത് ചെയ്യും. അപ്പോൾ അള്ളാഹു ഒരു കാരണവശാലും നമ്മളെ മുടക്കൂല. വിജയം ഉറപ്പാണ്. ആ സ്വലാത്ത് ഒന്ന് പരിചയപ്പെടാം. സ്വലവാത്തുല്ലാഹി വ മലായികതിഹി വ അംബിയാഇഹി വ റുസുലിഹി വ ജമീഇ ഖൽഖിഹി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ അലൈഹി വ അലൈഹിമുസ്സലാത്തു വസ്സലാം
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലവാത്തുല്ലാഹി വമലായികതിഹി വഅംബിയാഇഹി വറുസുലിഹി വജമീഇ ഖൽഖിഹി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലൈഹിമുസ് സ്വലാത്തു വസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലവാത്തുല്ലാഹി വമലായികതിഹി, അല്ലാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും സ്വലാത്ത്, വഅംബിയാഇഹി, അംബിയാക്കളുടെ സ്വലാത്ത്, അല്ലാഹുവിൻ്റെ വറുസുലിഹി, മുർസലീങ്ങളുടെ സ്വലാത്ത്, വജമീഇ ഖൽഖിഹി, എല്ലാ മഖ്ലൂക്കുകളുടെയും സ്വലാത്ത്. അള്ളാഹു ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ഫാമിലിക്കും നീ കൊടുക്കണേ അല്ലാ. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹിമുസ് സ്വലാത്തു വസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തും ബറക്കത്തും എല്ലാം അവിടത്തിൻ്റെയും ആ കുടുംബത്തിൻ്റെയും മേലുണ്ടാകട്ടെ, അല്ലെങ്കിൽ നീ ചൊരിഞ്ഞു കൊടുക്ക് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ സ്വലാത്താണ്. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും ശഫാഅത്ത് ആഗ്രഹിച്ച് രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ തൗഫീഖ് കിട്ടുന്ന സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്ത് മനസ്സറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യണം. ഇന്ന് വെള്ളിയാഴ്ച രാവാകണ്ട, ഈ വ്യാഴാഴ്ചയുടെ പകൽ തന്നെ പ്രത്യേകം അല്ലാഹുവിൻ്റെ മലക്കളിറങ്ങി വരില്ലേ, ഏറ്റവും മനോഹരമായ സ്വർണത്തിൻ്റെ പേനകൾ കൊണ്ട്, വെള്ളിക്കടലാസുകൾ കൊണ്ട്. എന്തിനാ വരുന്നത്? നിസ്കരിക്കുന്നവരുടെ പേര് എഴുതാനല്ല, ഇന്ന് സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേര് രേഖപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ മലക്കൾ ഇറങ്ങി വരുന്ന ദിവസം കൂടെയാണ് ഇന്നത്തെ വ്യാഴാഴ്ച പകലും. അപ്പോൾ രാത്രി പറയേണ്ടതില്ലല്ലോ, മനോഹരമായിട്ട് നമ്മൾ പാരായണം ചെയ്യുക. ഈ സ്വലാത്ത് ഡെയിലി ഒരു 3 വട്ടം ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരം നോക്കി. ഈ സ്വലാത്ത് ഡെയിലി ഒരു 3 വട്ടം ചൊല്ലിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇസ്ഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതി നോക്കി. എത്ര പവറുണ്ടാവും, എത്ര മനോഹരാകും, എത്ര സ്വലാത്തിൻ്റെ മഹത്വം നമുക്ക് ഈ സ്വലാത്ത് കൊണ്ട് കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വളരെ പ്രാമുഖ്യത്തോടുകൂടെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചൊല്ലിയിട്ടുണ്ടാവില്ല, അത് തന്നെ നമുക്കൊരു ഒരു പ്രത്യേക ഉണർവാണ്, ഒരു പുതുമയാണ്, ഒരു പുതിയ ജീവിതമാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ കൃത്യമായിട്ട് ഭാഗവാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം സലാമത്തോടെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله